ചുരുങ്ങിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെറുള്ളി ചിക്കനാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? ഇതിനായിട്ട് 300 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ നല്ല രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് നല്ല രീതിയിലൊന്ന് കുഴച്ച് മാരിനേഷന് വേണ്ടിയിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത ചിക്കൻ നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതേ ഓയിലിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നല്ല രീതിയിലൊന്ന് സോട്ട് ചെയ്യുക. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് വഴറ്റുക. നമ്മൾ സവാള ഉപയോഗിക്കുന്നില്ല. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പ്യൂരി ഒഴിക്കാം. ഇത് 2 ടൊമാറ്റോ ആണ് യൂസ് ചെയ്തത്. തക്കാളിയുടെ പച്ചച്ചുവ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഗ്രേവി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനും ഗ്രേവി നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതൊന്ന് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് സിമ്മിൽ വേവിച്ചെടുക്കുക. ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും ചേർക്കാം. നമ്മുടെ ഗ്രേവിയൊക്കെ തിക്കായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില എന്നിവ ഇടാം. ആവശ്യമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റും കൂടി ചെറിയ തീയിൽ ഒന്ന് വേവിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇറക്കി വയ്ക്കാം. അങ്ങനെ അടിപൊളി ചെറുള്ളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഇനി പുതിയൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.